എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിലെത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവായിട്ടുണ്ടോ? പലർക്കും പല രീതിയിലുണ്ടാവും അല്ലേ? തൊഴാൻ നിൽക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, കൂടെയുള്ളവരെ കാണാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ അനുഭവത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. കണ്ണടച്ചിരുന്ന് കേൾക്കാൻ ശ്രമിക്കുക. അനുഭവങ്ങളൊക്കെ ഗുരുവായൂരിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങളും ഈ തിരക്കിൽ ഗുരുവായൂരിലാണ് എന്നുള്ള സങ്കല്പത്തിൽ അങ്ങോട്ട് നിൽക്കുക. നിങ്ങൾ വരിയിൽ നിൽക്കുകയാണ്, നിങ്ങളാണ് ഈ അനുഭവത്തിൻ്റെ സാക്ഷ്യം എന്ന് വിചാരിച്ച് കേൾക്കുക. ഞാൻ പറയട്ടെ അല്ലേ? ഹരേ കൃഷ്ണ. ഹലോ സാർ, ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. പേര് പാർവതി എന്നാണ്. സ്ഥലം ചിലമ്പിൽ, ചിറയൻകീഴ്. കഴിഞ്ഞ മാസം 5-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂർ പോയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ മാസം ദർശനത്തിനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂർ പോയിരുന്നു. അവിടെ വലിയ തിരക്ക് കാരണം നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. വിവിധ വഴികളിലായി ക്യൂ പോകുന്നതിനാൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, കുടുംബത്തെ കാണാതെ. എന്തായാലും ദർശനം ചെയ്ത് പോകാമെന്ന് കരുതി ഞാൻ ഏറ്റവും പിന്നിലെ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. രാവിലെ 8 മണിക്ക് നിന്ന ക്യൂ ഏറെ നേരം നീങ്ങിയില്ല. സമയം 10 മണിയായി. എന്നെ കാണാതെ കുടുംബം ആശങ്കയാകുമോ എന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് അകലെയുള്ള മറ്റേ ഒരു ക്യൂവിൽ എൻ്റെ ഭർത്താവിനെ കണ്ടത്. ഞാൻ കൈവീശി കാണിച്ചുട്ടോ. എന്നെ കണ്ട ഉടൻ തന്നെ ഭർത്താവ് നിന്ന ക്യൂ ദർശനത്തിനായി അകത്തേക്ക് നീങ്ങി. പക്ഷേ എൻ്റെ ക്യൂ നീങ്ങാതെ തന്നെ അവിടെ നിന്നു. അന്ന് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. അതിനു മുമ്പ് ഞാനെടുത്ത പാൽപ്പായസം നേർച്ച 10 മണിക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കോളാമെന്ന് അവിടുത്തെ പോറ്റി പറഞ്ഞിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനവിടെ കാത്തിരുന്നു കേട്ടോ. മണി 10 കഴിഞ്ഞിട്ടും എൻ്റെ ക്യൂ നീങ്ങാതെ അതേ നിലയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു പാൽപ്പായസം വാങ്ങിക്കൊണ്ട് വീണ്ടും ക്യൂവിൽ നിൽക്കാം. സെക്യൂരിറ്റി 15 മിനിറ്റിനകം തിരികെ വരണമെന്ന് പറഞ്ഞതോടെ ഞാൻ പാൽപ്പായസം കൗണ്ടറിലേക്ക് പോയി. പക്ഷേ അവിടെയും വലിയ തിരക്കായിരുന്നു. അതിനാൽ വാങ്ങാൻ കഴിഞ്ഞില്ല. കൂടെ വന്നവരെ കാണുമോ എന്ന് കരുതി ഞാൻ പുറത്തുള്ള കടകൾ, ഹോട്ടലുകൾ, റൂം എന്നിവിടങ്ങളിലെല്ലാം തിരഞ്ഞു കേട്ടോ. എങ്കിലും ആരെയും കാണാൻ പറ്റിയില്ല. പാൽപ്പായസം വാങ്ങാനും പറ്റാതെ കുടുംബത്തെ കാണാനും കഴിയാതെ ഞാൻ വളരെ സങ്കടമായി. വീണ്ടും ദർശനത്തിനായി ക്ഷേത്രനടയിലേക്ക് പോയപ്പോൾ ഞാൻ തളർന്ന് കരഞ്ഞു. പുറത്തു നിന്നെങ്കിലും തൊഴാമെന്ന് കരുതി അവിടെ നടയിൽ നിന്ന് ഞാൻ കരഞ്ഞു നിൽക്കുമ്പോഴാണ് എന്തിനാ കുട്ടി കരയുന്നത് എന്ന് ദൂരെ നിന്നൊരാൾ ചോദിച്ചുട്ടോ. ആള് ചോദിച്ചപ്പോൾ ഞാൻ വിക്കി വിക്കി പറഞ്ഞു എനിക്ക് കണ്ണനെ തൊഴാൻ പറ്റിയില്ല, കൂടെ വന്നവരെ കാണാനും കഴിഞ്ഞില്ല എന്ന്. കരഞ്ഞുകൊണ്ടിരുന്നു. ആള് പറഞ്ഞു, ഇതാണോ കാര്യം, എല്ലാം ഞാൻ ശരിയാക്കാം, നമുക്ക് തൊഴാൻ പോകാമെന്ന് പറഞ്ഞ് എന്നെ മുൻപിലെ ക്യൂവിലൂടെ എത്തിച്ചു. എന്നോട് ചോദിച്ചു എന്തെങ്കിലും ID പ്രൂഫ് കയ്യിലുണ്ടോ എന്ന്. എൻ്റെ കയ്യിൽ ഒരു ID പ്രൂഫും ഇല്ലായിരുന്നു. ആളുടെ ആധാർ ഉപയോഗിച്ച് തന്നെ എന്നെ അകത്ത് പ്രവേശിപ്പിച്ചു. നട അടയ്ക്കാനിരിക്കുന്ന സമയം ആയതിനാൽ ഒരുപാട് പേർക്ക് അകത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടോ. ആള് പറഞ്ഞു കുട്ടിക്ക് എന്തോ ഭാഗ്യമുണ്ട്, അതാ തൊഴാൻ പറ്റിയതെന്ന്. അങ്ങനെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വളരെ അടുത്ത് നിൽക്കുകയും ഒരുപാട് നേരം സമാധാനത്തോടെ ദർശനം നടത്താനും കഴിഞ്ഞു. ഞാൻ കരയുമ്പോൾ ആളെനിക്ക് കളഭം തന്നുട്ടോ. എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. കരഞ്ഞാ ആള് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ടാ കരയുന്നത് എന്ന്. ആള് പറഞ്ഞു കരഞ്ഞാ പിന്നെ ജീവിതം ഇല്ല എന്നർത്ഥം തന്നെ എന്ന്. നടയിൽ പോയപ്പോൾ പോറ്റിയുടെ കയ്യിൽ നിന്ന് മഞ്ഞപ്പട്ട്, ചുവന്ന പട്ട്, വെണ്ണ എല്ലാം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ശേഷം പാൽപ്പായസം വാങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അതുപോലും ആള് ആദ്യത്തെ ക്യൂവിൽ പോയി നിന്ന് മേടിച്ചു. പോയിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ പോകേണ്ട, കുട്ടിയെ തിരിച്ചേൽപ്പിച്ച് അവരുടെ അടുത്താക്കിയിട്ടേ ആള് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആൾ എന്നെ മൈക്ക് അനൗൺസ്മെന്റിന്റെ ഭാഗത്തേക്ക് വരെ കൊണ്ടുപോയി. അവിടെ എൻ്റെ മക്കളുണ്ടായിരുന്നു. ഓടി വന്ന് അമ്മയെ എന്ന് വിളിച്ചു ചേർന്നു. ഞാൻ ആളോട് നന്ദി പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ വൈകിട്ട് രാത്രിയിൽ മുഴുവൻ തൊഴാൻ പോയപ്പോഴും തിരിഞ്ഞിട്ടും ആ ആളെ എവിടെയും കണ്ടില്ല എന്നതാണ് സത്യം. റൂമിലേക്ക് മടങ്ങിയ ശേഷം ഞാൻ ആലോചിച്ചുട്ടോ, ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ എൻ്റെ കരച്ചിൽ ആരും കാണാതെ പോയപ്പോൾ ആ ഒരാൾ മാത്രം എങ്ങനെ എന്നെ കണ്ടെടുത്തു. അതൊരു സാധാരണ സംഭവമല്ലെന്ന് മനസ്സിലായി. അത് സാക്ഷാൽ കൃഷ്ണന്റെ കൃപയായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ കൃഷ്ണൻ തന്നെയാണ് എന്നെ കാത്തെടുത്തത് എന്നൊരു ഉറച്ച വിശ്വാസം മനസ്സിൽ നിറഞ്ഞുട്ടോ. ഗുരുവായൂരിലുണ്ടായത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അത്ഭുതകരവുമായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു. നിങ്ങൾ പറയാട്ടോ അഭിപ്രായം. ഗുരുവായൂരെത്തുമ്പോൾ അങ്ങനെയാണ്. പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലേ, നിങ്ങൾ വരുമ്പോൾ നല്ല മനസ്സോടെ വരിക, നല്ല ചിന്തകളോടെ വരിക. ആർക്കും ഒരു ഉപദ്രവവും നിങ്ങളുടെ വാക്കുകളിലൂടെ പോലും ഒന്നും ആരുടെയും മനസ്സ് വിഷമിപ്പിച്ചിട്ടില്ല എന്ന് ചിലർക്കുണ്ടാവും. വെറുതെയെങ്കിലും കുത്തി നോവിക്കുന്ന വാക്കുകൾ പറയുക. അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നവർ അത് ഒഴിവാക്കട്ടോ. അത് ഒഴിവാക്കിയാലേ നിങ്ങളുടെ ജീവിതം ഗതി പിടിക്കുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഞാൻ ചെയ്തത് ശരിയായിരുന്നോ, ഇന്ന് രാവിലെ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായിരുന്നോ, അല്ലെങ്കിൽ അതിന് മനസ്സിൽ ഭഗവാനോട് സോറി പറയുക കേട്ടോ, നാരായണ നാരായണ ജപിക്കുക. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. എല്ലാവർക്കും കൃഷ്ണവിഗ്രഹങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. വരുന്നവർക്ക് നറുക്കിട്ടെടുത്താണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുക കേട്ടോ. പൂജാലങ്കാരം ഉത്തരം പറയുന്നവർക്ക് നറുക്കിട്ടെടുത്താണ് സമ്മാനങ്ങൾ നൽകുക. ഹരേ കൃഷ്ണ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.